ഇന്ന് നമുക്ക് പച്ചരി കൊണ്ടുള്ള ഉപ്പുമാവ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പച്ചരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു കടായി ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ 3 വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ഒരു വലിയ സവാള, 3 പച്ചമുളക് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൽ എരിവ് കൂടുതലാണ്, എരിവ് കുറവ് മതി എന്ന് വെച്ചാൽ പച്ചമുളക് കുറച്ചിട്ടാൽ മതിട്ടാ. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ പച്ചരിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അത് മുങ്ങിക്കിടക്കാൻ പാകത്തിലുള്ള വെള്ളവും ചേർത്ത് കൊടുക്കാം. അത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് സിമ്മിലാക്കിയിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ആദ്യമേ ഓവറായിട്ട് വെള്ളം ഒഴിക്കരുത്. ആദ്യത്തെ വെള്ളം വറ്റി വരുമ്പോൾ അരി വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക. ആ സമയത്ത് ഉപ്പില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് ഈ ഉപ്പുമാവ്. പണ്ടൊക്കെ പച്ചനെല്ല് കുത്തിയിട്ട് കൊണ്ടുവരുമ്പോൾ അങ്ങനെ എന്നും ഉണ്ടാക്കാറുണ്ട്. ഇതൊക്കെ ഈ പൊടിയരിയൊക്കെ വെച്ചിട്ടുണ്ടാക്കുക. പിന്നെ നമ്മളെ പുഴുങ്ങലരിയുടെ പൊടിയരിയില്ലേ, അതൊക്കെ വെച്ചിട്ടുണ്ടാക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഒരു കട്ടൻ ചായയും കൂടെ മതി. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.